ഇതാണ് ഇവിടുത്തെ കരിമ്പ് തോട്ടം. കരിമ്പിൻ തോട്ടമാണ് ഇപ്പോൾ കാണുന്നത് മൊത്തം. കണ്ടോ, നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കരിമ്പ്. ഇത് മുറിക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം കൂടി ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും ചൂട് കാലം തുടങ്ങുന്നതിന് മുൻപ് കരിമ്പ് മുറിച്ച് ഇവിടെ വിൽക്കണ ഇതുകളൊക്കെ എത്തും. കണ്ടില്ലേ, അസലായിട്ട് കണ്ട്. ഇത് ഇവിടുത്തെ കൃഷിസ്ഥലമാണ്. ഇവിടെ ഞാൻ ഈ വഴിക്കൊന്ന് നടക്കാൻ വിചാരിച്ച് നോക്കിയപ്പോഴാണ് കരിമ്പിൻ തോട്ടം കണ്ടത്. അസലായിട്ട് നല്ല കരിമ്പിൻ തോട്ടം. നമുക്കിനി കുറച്ചും കൂടിയൊക്കെ നടന്നിട്ട് ഇവിടുത്തെ കൃഷിസ്ഥലം, ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇവിടെ തരിശ് ഭൂമിയായിട്ട് കിടക്കുകയാണ്. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പല കൃഷികളും ഉണ്ട്. വളരെ നല്ലത്. ഖാംഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉള്ളത്. ഇവിടെ കൂടുതലും മഹാരാഷ്ട്രയിൽ ഇവിടെയൊക്കെ കൃഷിയാണ് കൂടുതൽ. മഹാരാഷ്ട്രയിൽ കൂടുതലും ഉള്ളത് കൃഷിയാണ്. കണ്ടോ, ഈ റോഡൊക്കെ ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് നന്നാക്കിയതുപോലെ തോന്നണത്. മുമ്പ് ഇതിലും കഷ്ടമായിരുന്നു നടക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ മുമ്പ് നന്നാക്കിയിട്ടുള്ള ചില കല്ലുകളൊക്കെ ഇട്ടത് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള കാണുന്നത്. ഇപ്പോൾ കുറച്ച് ഭേദമാണ് റോഡ്. ഇനിയും വികസിച്ച് വരാൻ ഒരുപാടുണ്ട്. ഇനി അടുത്ത ഇവിടെ ഓരോ കൃഷിസ്ഥലത്തും കണ്ടില്ലേ, അവിടെ കണ്ടു, ഓരോ കൃഷിസ്ഥലത്തിൻ്റെ ഇടയിൽ ഒരു അമ്പലം. അത് എല്ലാവർക്കും ഒരു ഭഗവാനിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യണതിന് മുമ്പും ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് പറയാറില്ലേ, അതേപോലെയാണ് എല്ലാവരുടെയും ചിന്തയിൽ. അങ്ങനെ ഒന്ന് വരുമ്പോഴാണ് നമ്മളുടെ ഈ കൃഷിയൊക്കെ മെച്ചപ്പെടുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് എല്ലാ ഇതിലുണ്ടല്ലോ. കൃഷിസ്ഥലത്തിൻ്റെ ഉള്ളിലും ഓരോ അമ്പലങ്ങളുണ്ടാവും. അപ്പോൾ അത് അവിടെ കണ്ടില്ലേ, ഒരു അമ്പലമാണ്. അങ്ങനെ ആണ് മഹാരാഷ്ട്രയിലത്തെ ഖാംഗാവ് പരിസരത്തുള്ള ഏകദേശം ചെറിയൊരു ഇത്. ഇവിടെ പ്രധാനമായിട്ട് സിൽവർ സിറ്റി എന്നാണ് പറയുക. കോട്ടൺ സിറ്റി, സിൽവർ സിറ്റി എന്നൊക്കെ പറയും. ഖാംഗാവിൽ സിൽവറിന് വളരെ പ്രാധാന്യമുണ്ട്. ചന്ദ്രയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ്റലൈറ്റ് വിട്ടുമല്ലോ, അതിലേക്ക് വേണ്ടതായിട്ടുള്ള ഈ ചില മെറ്റലിൻ്റെ ഇതിൽ സിൽവർ ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അന്ന് പറഞ്ഞ കേട്ടിട്ടുള്ളത്. അങ്ങനെ പേപ്പർ ന്യൂസോ അങ്ങനെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അധികം ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവരും ആയിട്ട് കാണുക. ജസ്റ്റ് ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ.